ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ബാഗൊക്കെ സെറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ പ്രാവശ്യം കൂടുതൽ ലഗേജ് കൊണ്ടുപോകാൻ ഓപ്ഷൻ ഉണ്ട്. ചെക്ക് ഇൻ ഇത് 30 കിലോ ഉണ്ട്, അതുപോലെ തന്നെ ക്യാബിൻ 7 kg ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് 7 മണിക്കാണ്. പക്ഷെ നമ്മൾ 6 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അത് ഡൽഹിക്കാണല്ലോ, അപ്പോൾ പിന്നെ 3 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യണ്ട. അങ്ങനെ നമ്മളിപ്പം വേഗം ഇറങ്ങിയത് എറണാകുളത്ത് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇപ്പം 1:30 മണിയാകുമ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്താറായി. അപ്പോൾ പോകുന്ന വഴിക്ക് സൽക്കാരം എന്ന ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടുന്ന് ചായ കുടിച്ചിട്ട് പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഹോട്ടലിൽ കയറി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അജ്ഫാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സിസുവിന് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ച്. അവനെന്താ വെച്ചെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് അവൻ കഴിക്കും. അപ്പോൾ പിന്നെ എന്താ വെച്ചെങ്കിൽ അവിടെ പോയിട്ട് പെട്ടെന്ന് അവന് ഫുഡ് ശരിയായില്ലെങ്കിലോ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവിടുന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ടെർമിനൽ 1 വന്നിട്ടുള്ളത്. പിന്നെ അതുമല്ലാതെ നമുക്ക് എന്താ വെച്ചെങ്കിൽ ലഗേജിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റിൻ്റെ പ്രശ്നമുണ്ട്. എന്താ വെച്ചെങ്കിൽ ഒരു ബാഗിൽ കൂടുതലും മറ്റേ ബാഗിൽ കുറവാണെന്നുള്ളത്. അങ്ങനെ വെയിറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ അകത്തോട്ട് പോവാണ്. ജീസു ഇവിടെ എത്തിയിട്ട് അവൻ വിചാരിച്ചു ഉമ്മച്ചൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവന് തിരിച്ച് ഉമ്മച്ചിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ഓടിപ്പോവായിരുന്നു. അവൻ അകത്തോട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകേണ്ട വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്തെത്തിയിട്ട് ഇവൻ ഭയങ്കര അലമ്പായിരുന്നു. ഇവന് പിന്നെ ഇങ്ങനെ അവനെപ്പോഴും താത്തേ തത്തത്തേ എന്ന് പറഞ്ഞ് നടക്കും. എന്താ വെച്ചെങ്കിൽ അവനക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവനെ എടുക്കാൻ പറ്റത്തേയില്ല. അവന് ഫുള്ള് അവിടെ ഇവിടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടേ ഇരിക്കും. ഞങ്ങളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് 7:30-ക്കായിരുന്നു. പക്ഷേ ഇന്ന് 20 മിനിറ്റ് ഡിലേ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ജിസു കുറച്ച് അലമ്പായിരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലൊക്കെ ആയിരുന്നു. പിന്നെ അവനെ ഇങ്ങനെ കരയുമായിരുന്നു. അപ്പം ഫ്ലൈറ്റിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവനിങ്ങനെ നിർത്തിക്കുമായിരുന്നു. ഭയങ്കര അലമ്പായി ഇവന് ഭയങ്കര സന്തോഷം ഇവിടെ വന്നിട്ട്. ഫുള്ള് ഓടാനും നടക്കാനും ചാടാനൊക്കെ കുറേ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഓട്ടമാണ്. എടുക്കാൻ പറ്റുന്നില്ല. അവൻ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ വരുന്നില്ല. നടക്കണം താത്തേ നടക്കുക. இன்னும் ஒரு போனா அடைக்குதா? ചിച്ചേ ചിച്ചു അവിടെ ഇരുന്ന് ചിച്ചേ ചിച്ച എൻ്റെ ചിച്ചു ചിച്ചേ അയ്യോ എൻ്റെ മോനൊക്കെ
വന്നേ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങൾ കാശ്മീരിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ കാശ്മീർ പോകുന്നതിന് പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഞങ്ങൾ ആദ്യം കസാക്കിസ്ഥാനിലോട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത് 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത്. പിന്നെ ഞങ്ങൾ വിൻ്ററിൻ്റെ ഷോപ്പിങ്ങും ഡ്രസ്സും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഡിസംബറിൽ അവിടെ അങ്ങനെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞങ്ങളങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മെസ്സേജ് വന്നത് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയിന്ന്. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും നമ്മളിപ്പം പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയതല്ലേ. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ബാലി പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോകാത്തത് ഡിസംബർ ആകുമ്പം ബാലിയിൽ നല്ല മഴയൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുമല്ലാതെ ടിക്കറ്റിന് റേറ്റും കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ചുമ്മാ ഇത്രയും ക്യാഷൊക്കെ മുടക്കിയിട്ട് അവിടെ പോയി റൂമിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാലി ക്യാൻസൽ ചെയ്തത്. പിന്നെ എന്തായാലും വിൻ്ററിൻ്റെ ഇടേണ്ട സാധനങ്ങളും ഡ്രസ്സും ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ കാശ്മീരിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പം കാശ്മീരിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇവന് ഭയങ്കര അലമ്പാണ്. നമുക്കവനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പോകുമ്പോൾ ഇവൻ ചെറുതായതുകൊണ്ട് നമ്മൾ ഇവനുള്ള ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം വേറൊന്നും അലമ്പില്ല. അവന് ഭയങ്കര ഓട്ടവും ചാട്ടവും കയ്യിലിരിക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ, എവിടെയെങ്കിലും ഓടിയിട്ട് വീണാലോ എന്തെങ്കിലും പറ്റിയാലോ ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അലമ്പില്ല. ഇനിയിപ്പോൾ 2 മിനിറ്റ് ഇട്ട് എങ്ങനെയെങ്കിലും വീഡിയോ നോക്കിയിട്ടെങ്കിലും കുറച്ച് സമയം ഇരുത്താം, എന്നിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ നമ്മളിവന് വീഡിയോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റായി പോയി. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് അറിഞ്ഞിട്ടില്ല സമയം പോയത്. അങ്ങനെ ഇപ്പം അവർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു പോകണത് സമയമായിരുന്നു. सामान की सुरक्षा नियमों के बारे में आपको जानकारी देंगे। कृपया ध्यान दें कि सामान उपकरणों की निर्धारित जगह में विमानों से अलग हो सकती है। आपसे निवेदन है कि ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായി. ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് വിസ്താരയിലാണ്. പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരുടെ ഇൻ ഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മൂവീസൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചുമ്മാ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മൂവീസൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡും കഴിച്ചിട്ട് ഇപ്പം കിടന്നുറങ്ങാൻ പോവാണ്. ഇങ്ങനെ ഇരിക്കുന്നു. സീസൺ നല്ല ഉറക്കം. എന്തായാലും അവർ ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേനും എണീക്കായിരിക്കും. നമ്മൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് ജസ്റ്റ് വാഷ്റൂമിൻ്റെ അകം എങ്ങനെയുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ്. ഭയങ്കര ചെറുത് പറഞ്ഞെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. അങ്ങനെ ഞാൻ വാഷ്റൂം പോയിട്ട് വരുമ്പോൾ ഇത് ആൾ റെഡിയാണ്, എണീറ്റ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഉറക്കം ഒരു തീരുമാനമായി. എന്താ വെച്ചെങ്കിൽ ഇവൻ ഉറങ്ങിയിട്ടേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവൻ ഉറങ്ങാത്ത അവനെ വിട്ടിട്ട് നമുക്ക് എന്തായാലും ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇനി നമുക്കിനി അവനെ ഉറക്കിയിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. അപ്പോൾ ഓക്കെ ബൈ. ഇനിയിപ്പം എൻ്റെ ഈ അടുത്ത വീഡിയോ ഞങ്ങളിനി അവിടെ എത്തിയിട്ട് ഇത് ഡൽഹിയുടെ വീഡിയോ ഞങ്ങൾ വേറെ ഇടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു.